വീടില്ലാത്ത ആളുകൾക്ക് വസ്തു വാങ്ങി വീട് വെച്ചു കൊടുക്കുന്ന ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഭൂമി ഒട്ടും വാങ്ങാൻ കഴിയില്ല, ശേഷിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ഭൂമി വാങ്ങി കെട്ടിട സമുച്ചയം പണിത് അവിടെ പാർപ്പിക്കുക എന്ന സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാട്ടാ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി, അജിതയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ 50 സെൻറ്റ് ഭൂമി വാങ്ങി. നമ്മുടെ ബഹുമാനപ്പെട്ട കാട്ടാക്കട MLA ഇടപെടലിൻ്റെ ഭാഗമായി നിർമ്മിതി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം വഴിയാണ് 2 ഘട്ടമായി, ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് നിർവഹിച്ചത്. 2ാം ഘട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രിയങ്കരനായിട്ടുള്ള MLA-യുടെ തുക കൂടി MLA-യുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിട സമുച്ചയം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ ഏകദേശം 14 ആളുകൾക്ക് കൂടെ ഈ ഭവന സമുച്ചയത്തിൽ പാർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതി കൃത്യമായും കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ കണക്ഷന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ മുറികളെല്ലാം നമ്മൾ നറുക്കിട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും ആവശ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് താഴെ റൂം വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ താഴെ റൂമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മുകളിൽ താമസിക്കുന്നവർ എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി പരിപാലിച്ചുകൊണ്ട് വേറെ ഏതൊരു വിധത്തിലുള്ള അലോസരമായ വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഏറ്റവും നന്നായി മാതൃകാപരമായി ഇവിടെ കേരളത്തിനകത്ത് വന്നാൽ ആളുകൾക്ക് തോന്നണം ഇവിടെ ചന്ദ്രമംഗലത്തുള്ള ഈ സ്വയം പര്യാപ്ത സമുച്ചയത്തിൽ താമസിക്കുന്നവരാണ് മാതൃകകളുള്ളവർ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഏറ്റവും നന്നായി എല്ലാവരും ഐക്യത്തോടെ, ഇവിടെ വേറെ എല്ലാം വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ഇവിടെ മാനവരക്തമാണ് നമ്മൾ ഓടുന്നത്. എല്ലാവരും മനുഷ്യരക്തം എന്ന് പറയുന്നത് ചുവപ്പാണ്. ആ ചുവന്ന രക്തമാണ് എല്ലാവർക്കും ഓടുന്നത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമോ യാതൊരു മറ്റൊന്നുമില്ല. ഗവൺമെൻറ് വലിയ നല്ല തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട MLA അതിനോടൊപ്പം നിന്നാണ് ഈ സമുച്ചയം ഇവിടെ വരുന്നത്. നിങ്ങൾക്കൊരു അനുവാദ പത്രിക തരും. ഇവിടെ കറണ്ട്, വെള്ളം, വേസ്റ്റ് മാനേജ്മെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് ഇന്ന് കാണുന്ന ഇതേ രീതിയിൽ ഇത് നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത് വാടകയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെ മറ്റാർക്കെങ്കിലും കൈമാറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് തിരിച്ച് ഞങ്ങൾ വാങ്ങും, ഫൈൻ ഈടാക്കും. മറ്റ് വെളിയിലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പ്രവേശനമില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വരാം. തന്നിട്ടുള്ളവർക്കും കുടുംബത്തിന് മാത്രമാണ് താമസിക്കാനുള്ള അവകാശം. അതുപോലെ കറണ്ട് ചാർജ് നിങ്ങളാണ് അടയ്ക്കേണ്ടത്, വെള്ളത്തിന്റെ ചാർജും നിങ്ങളാണ് അടയ്ക്കേണ്ടത്. അപ്പൊ കറണ്ടും വെള്ളവും ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നേരത്തെ ഒരു ബില്ല് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, കറണ്ടിന്റെ മിനിമം ചാർജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ അടയ്ക്കും. അടുത്ത മാസം മുതലുള്ളത് കറണ്ടും വെള്ളവും കൃത്യമായിട്ട് മുടങ്ങാതെ അത് അടയ്ക്കണം. അതേപോലെ ഓരോന്നിനും ഇവിടെ വാട്ടർ ടാപ്പ് വെച്ചിട്ടുണ്ട്. അത് അവരവരുടേതാണ്. നിങ്ങൾ ഈ ടാപ്പിൽ നിന്ന് നിങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തോളൂ. ബാക്കി ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം അതിനകത്തെല്ലാം കണക്ഷന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഒരു പൈപ്പ് വാങ്ങി പ്ലംബറായി അത് താമസയോഗ്യമാണ്. അപ്പോ ആ വീട് താമസയോഗ്യമാക്കാൻ 2 ലക്ഷം രൂപ. അടുത്ത ഘട്ടം സ്വന്തമായി ഭൂമിയുണ്ട് 3 സെന്റെങ്കിലും, പക്ഷെ വീടില്ല. അവർക്ക് ഉള്ള ഭൂമിയിൽ വീട് വയ്ക്കാൻ പണം കൊടുക്കും. 3ാമതൊരു വീടുമില്ല, ഭൂമിയില്ല. അവർക്ക് വീടും ഭൂമിയും വാങ്ങാൻ പണം കൊടുക്കും. അങ്ങനെ കിട്ടാത്ത ആളുകൾ വേറെയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഫ്ലാറ്റ്. ഇപ്പോ സംസ്ഥാന സർക്കാർ സാധാരണ മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നതിനെ ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് കയറി കിടക്കാടില്ലാത്തടത്ത് എനിക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിന് സഹായിച്ച വാർഡ് മെമ്പറിന് നന്ദി പറയുന്നു.
പിന്നെ ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ മൂന്നാമത്തെ നില ആയിപ്പോയൊരു സങ്കടം. കാരണം എൻ്റെ ഉമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, ഞാൻ സുഖമില്ലാത്തതാണ്, എൻ്റെ കൊച്ചച്ഛൻ വികലാംഗനാണ്. അപ്പോൾ കയറി പോകാനും വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിന് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഒരു വീട് വേണമെന്ന്, അങ്ങനെ ഇപ്പൊ കിട്ടി, അതിൽ വലിയ സന്തോഷം. വീട്ടിൽ തളർന്നു കിടക്കണ എൻ്റെ ഭർത്താവ്, മക്കളുണ്ട് 3 പേരും. വളരെ സന്തോഷമാണ്. സന്തോഷം.